തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ വലിയ ആവേശത്തിലാണ് അണികൾ എല്ലാവരും. പ്രചരണത്തിലും അണികൾ സജീവമായി കഴിഞ്ഞു. ബി.ജെ.പി. ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചില്ല എങ്കിലും തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനായി ബി.ജെ.പി. ചുവരെഴുത്ത് വരെ തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ തന്നെ പ്രചരണവും ആരംഭിച്ചു. അതേസമയം CPI-യുടെ സി ദിവാകരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച LDF-ഉം സിറ്റിംഗ് MP ശശി തരൂരിനെ നിർത്തി UDF-ഉം പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. കുമ്മനത്തെ മത്സരരംഗത്തിറക്കിയാൽ വിജയിച്ചതിന് തുല്യം ആണെന്നാണ് ബി.ജെ.പി. കരുതുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലാണ് ബി.ജെ.പിയുടെ അണികൾ എല്ലാവരും. കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് എത്തിയത് തന്നെ തിരുവനന്തപുരത്തെ പിടിക്കാൻ തന്നെയാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കുമ്മനം രാജശേഖരന് വിജയം സുനിശ്ചിതമാണെന്ന വിലയിരുത്തലും വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിലും കുമ്മനം രാജശേഖരനായി ചുവരെഴുത്തുകളും ആരംഭിച്ചിട്ടുണ്ട്. കുമ്മനം മത്സരിക്കണം എന്ന ആവശ്യം സംസ്ഥാന നേതൃത്വം പാലക്കാട് നടന്ന യോഗത്തിൽ അമിത്ഷായ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. കുമ്മനം രാജശേഖരനെ തിരികെ കൊണ്ടുവരണമെന്ന് RSS-ഉം നിലപാടെടുത്തിരുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട സീറ്റുകളിലേക്കാണ് കുമ്മനത്തിന്റെ പേര് സജീവമായി ഉയർന്നു വന്നത്. എന്നാൽ തിരുവനന്തപുരത്താണ് കൂടുതൽ സാധ്യതയെന്നതും വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടുകളും കുമ്മനത്തെ തലസ്ഥാനത്തെ മണ്ഡലത്തിൽ തന്നെ മത്സരിപ്പിക്കാൻ ബി.ജെ.പിയെ പ്രേരിപ്പിക്കുകയായിരുന്നു. കുമ്മനം രാജശേഖരൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിരിച്ചെത്തിയതിൽ RSS-നും വലിയ പ്രതീക്ഷയാണ്. കുമ്മനത്തെ രാഷ്ട്രീയ വനവാസത്തിന് അയച്ചത് വിമത നീക്കത്തിന്റെ ഭാഗമാണെന്ന ആരോപണവും ശക്തമായിരുന്നു. തിരുവനന്തപുരത്ത് കുമ്മനത്തിന് ജയിച്ചു കയറാനായില്ല എങ്കിൽ സംസ്ഥാന RSS-ന് കേന്ദ്രത്തോട് മറുപടി പറയേണ്ടി വരും. എന്നാൽ അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. കുമ്മനത്തിന് ഏറെ വിജയ പ്രതീക്ഷയാണ് തിരുവനന്തപുരത്ത്. 2018 മെയ് 29-നാണ് കുമ്മനം മിസോറാം ഗവർണറായി ചുമതലയെടുത്തത്. ഒരു വർഷം തികയും മുൻപ് കുമ്മനം പദവിയൊഴിഞ്ഞ് തിരിച്ചെത്തുന്നതിന് പിന്നിൽ RSS-ന്റെ കടുംപിടുത്തം ഒന്ന് മാത്രമാണ്. ബി.ജെ.പി. സംസ്ഥാന നേതൃത്വമോ RSS-ഓ അറിയാതെ കുമ്മനത്തെ പറിച്ചു നട്ടതിനെതിരെ നേതാക്കൾക്കിടയിൽ അമർഷം ശക്തമായിരുന്നു. ശ്രീധരൻപിള്ള പ്രസിഡന്റായിരുന്നപ്പോഴും കുമ്മനത്തെ തിരിച്ചെത്തിക്കാനുള്ള നീക്കങ്ങൾ RSS-ന്റെ ഭാഗത്തു നടന്നിരുന്നു. തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് കുമ്മനത്തിനുള്ള സ്വീകാര്യതയും RSS കേന്ദ്രത്തെ ധരിപ്പിച്ചിരുന്നു. മടങ്ങാനുള്ള മൗനസമ്മതം കുമ്മനവും അറിയിച്ചതോടെ കേന്ദ്രം വഴങ്ങുകയായിരുന്നു. അതേസമയം തിരുവനന്തപുരത്ത് മത്സരത്തിനിറങ്ങാൻ കാത്തിരുന്നവരും കുമ്മനത്തിന്റെ വരവിനെ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. ശ്രീധരൻപിള്ളയും K. സുരേന്ദ്രനും ഉൾപ്പെടെ പല പേരുകൾ പകരക്കാരനായി ഉയർന്നെങ്കിലും കുമ്മനം വന്നതോടെ എല്ലാവരും ആവേശത്തിലായി. അതേസമയം ബി.ജെ.പി. അധ്യക്ഷ പദവിയിലേക്ക് കുമ്മനം തിരിച്ചെത്തും എന്ന വാർത്തയ്ക്കായും അണികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. കുമ്മനത്തിന്റെ വരവ് എതിർ സ്ഥാനാർത്ഥികളിലും ഭയമുളവാക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ. എന്നാൽ തിരുവനന്തപുരത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരൻ എത്തും എന്ന വാർത്തയെ എങ്ങനെ കാണുന്നുവെന്ന് കോൺഗ്രസ് MP-യായ ശശി തരൂരിനോട് ചോദിച്ചപ്പോൾ ഉത്തരം ഇങ്ങനെയായിരുന്നു: കുമ്മനം തനിക്ക് വലിയ എതിരാളിയല്ല എന്നും വ്യക്തിപ്രഭാവം നോക്കിയല്ല ജനങ്ങൾ വോട്ട് ചെയ്തതെന്നും കേന്ദ്ര സർക്കാർ ഭരണത്തിനെതിരായ ജനവികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുമായിരുന്നു അത്. ഏതായാലും ഈ ഉത്തരം ബി.ജെ.പി. ക്യാമ്പുകളിൽ ആത്മവിശ്വാസം കെടുത്താൻ കാരണമാകുന്നില്ല. ശശി തരൂരിനോട് ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കുമ്മനം രാജശേഖരൻ തന്നെ വേണം എന്നാണ് പാർട്ടി പ്രവർത്തകരുടെയും ആവശ്യം. എന്നാൽ കുമ്മനത്തിന്റെ മടങ്ങിവരവിന് മുഖ്യ തടസ്സം ഗവർണർ സ്ഥാനമായിരുന്നു. അതും ഇപ്പോൾ അണികൾക്കായി കുമ്മനം രാജിവെച്ചിരിക്കുന്നു. ഏറ്റവും നിർണായകവും അനുകൂലവുമായ രാഷ്ട്രീയ സാഹചര്യമായതിനാലാണ് കുമ്മനത്തെ RSS സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വിളിച്ചത്. ഇതോടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ എല്ലാ പാർട്ടികൾക്കിടയിലും ധാരണയായി. CPI-യിലെ സി ദിവാകരനാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ശശി തരൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.